എല്ലാവരെയും ഡേ 3 ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മാജിക് പ്രാക്ടീസ് ആണ് അല്ലെ? റോണ്ടാബ എഴുതിയിട്ടുള്ള ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രാക്ടീസുകളാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് മൂന്നാമത്തെ ദിവസമായി അല്ലെ? ഇപ്പൊ ഇന്നലെ നമ്മളൊരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാവരും ചെയ്തായിരുന്നോ? ചെയ്തു. എത്ര പേര് ചെയ്തു? ബോക്സിലും അയക്കാവോ? ഫസ്റ്റ് ഡേ ചെയ്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. രണ്ടാമത്തെ ദിവസം ചെയ്തത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. അത് മാജിക് സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലെ? ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരാമോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് റിലേഷൻഷിപ്പ് ആണ്. ഒരു ചെറിയൊരു സെഷനാണ്. ഇപ്പൊ ഇന്നലത്തെ സെഷനിൽ എന്തെങ്കിലും മനസ്സിലാവാത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക. ഇപ്പോ മൂന്നാമത്തെ ദിവസം നമ്മൾ മാജിക് റിലേഷൻഷിപ്പ് ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ മുൻപ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എല്ലാ ദിവസവും എന്താ ചെയ്യേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം അല്ലേ? ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് രാവിലെ അതുപോലെ രാത്രി എഴുതണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് ആദ്യം അത് ചെയ്താലോ? അപ്പൊ എല്ലാവരും നോട്ട് പാഡും പേനയും എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കാം. എല്ലാവരുടെ കയ്യിലും നോട്ട് പാഡും പേനയില്ലേ? നമ്മളിവിടെ ചെയ്യുന്നത് ലൈവായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നോട്ട് പാഡും പേന എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കാം. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നേ. എല്ലാവരും കണ്ണടയ്ക്കും. ഇനി നിങ്ങളെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക. ബ്രീത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒരു 4 സെക്കൻഡ് സമയം എടുത്തിട്ട് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് 5 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു 6 സെക്കൻഡ് സമയം എടുത്തിട്ട് പുറത്തേക്ക് വിടുക. അതൊരു 2 3 പ്രാവശ്യം ചെയ്യാട്ടോ. വേറെ ചിന്തകളും കാര്യങ്ങളൊക്കെ വരും. അതിലേക്ക് പോവാതെ നിങ്ങളുടെ ആ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇതിങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും മാത്രം ശ്രദ്ധിക്കാം. ഒരു 3 പ്രാവശ്യം നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് ഫീൽ ചെയ്യാം, നിങ്ങൾക്കത് കാണാം. ഇന്ന് രാവിലെ എണീക്കാൻ കഴിഞ്ഞു, അതേപോലെ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താണൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ കാണാം. ഫാമിലി അല്ലേ, നല്ല വീട്, നല്ല വാഹനങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാം. എന്നിട്ട് കണ്ണ് തുറന്ന് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിലേക്ക് എഴുതുക. ഒരു 10 കാര്യങ്ങൾ എഴുതുക. ഇത് കണ്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞവർക്ക് അത് എഴുതാട്ടോ. നിങ്ങളുടെ ബുക്കിലേക്ക് എനിക്ക് ഇന്ന കാര്യം കിട്ടിയതിന് നന്ദി, നന്ദി, നന്ദി അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞതിന്
നന്ദി. ചിലപ്പം ഇതിനോടകം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ എഫോർട്ട് കൊണ്ടുപോകും. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതേപോലെ ഇനി കിട്ടാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. എല്ലാവരും എഴുതി കഴിഞ്ഞ ഒരു ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. റാഹിബ് എഴുതി കഴിഞ്ഞാ? ഇല്ല. ആയിഷ മാം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പൊ അതിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ വരുന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് കാര്യങ്ങൾ എഴുതാം. ഇത് രാവിലെ എണീറ്റ് അല്ലേ, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അതിനെഴുതാം. അതാണ് ഒരാൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട്. നല്ല ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓർമ്മയിൽ വരുന്ന. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിലായിരിക്കും ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നീട് നിങ്ങളത് ഒരു 4-5 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. എഴുതി. ഓക്കെ. അപ്പോൾ എഴുതിയില്ലേ? അതെന്താണ് ഫീല്? നിങ്ങളത് ഇങ്ങനെ വിഷ്വൽ ചെയ്തു, സ്റ്റാർട്ടിങ്ങിൽ വിഷ്വൽ ചെയ്തു, അതേപോലെ അത് നേരെ ബുക്കിലേക്ക് മാറ്റി എഴുതിയില്ലേ? 10 കാര്യങ്ങൾ എഴുതി. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു ഫീൽ? എന്താണ്? ഹാപ്പിനെസ്. ഹാപ്പിനെസ് തോന്നി. ഹാപ്പിനെസ്, എല്ലാവർക്കും ഹാപ്പിനെസ് ആണല്ലേ? ഇത്രയും അനുഗ്രഹം തന്നത് ഓർത്ത്. ഇതുവരെ അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുന്നതായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് എനർജി കിട്ടി. പീസ് ഓഫ് മൈൻഡ്. ഓക്കെ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിലേക്ക് കിടക്കാം അല്ലേ? ഇന്ന് പറഞ്ഞു മാജിക് റിലേഷൻഷിപ്പ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ മാജിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ, നമ്മൾ ഓരോ പ്രാക്ടീസും പറയുന്ന പോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെക്നിക്കോ ഒരു മെത്തേഡോ അല്ല. ആ റിലേഷൻഷിപ്പിലൂടെ നമ്മളിൽ സ്റ്റോർ ആയിട്ടുള്ള അല്ലെ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക്
നമ്മുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയാവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന ടീം മെമ്പേഴ്സുകളായിട്ടുള്ള അവരുള്ള റിലേഷൻഷിപ്പ് ആവാം, ഇങ്ങനെ എന്തും ആവാം. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന നമുക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇമോഷൻ അല്ലെ, നെഗറ്റീവ് ഇമോഷൻ നമ്മൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ്. അതായത് ഒരാളെ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ മാറാനോ ഉള്ള ഒരു പ്രാക്ടീസ് അല്ല. നമുക്ക് ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ ട്രോമ ഉണ്ടായിട്ടുണ്ടായിരിക്കും, മുൻപ് ഉണ്ടായിട്ടുള്ള അതിനെ അതിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ക്ലിയർ ചെയ്യാനുള്ളതാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്ക്. അപ്പൊ നമ്മള് റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഉണ്ടാകാൻ സ്ട്രഗിൾ ചെയ്യുന്നത് എവിടെയാണ്? സംഭവിച്ച കാര്യങ്ങളോടല്ല, അല്ലേ? അതിൽ നിന്നുണ്ടായിട്ടുള്ള ഫീലിങ്സിനോടാണ്. ചിലപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അത് അപ്പം മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പിന്നീട് ആ ഓർമ്മകളായിരിക്കും നമ്മളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഈ മാജിക് റിലേഷൻഷിപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആ ഫീലിങ്സിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരാള് നിരന്തരം നമ്മുടെ കളിയാക്കി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നമുക്ക് ചില ബന്ധങ്ങൾ ഓർക്കുമ്പോൾ അല്ലെ, നമ്മുടെ മുൻപ് ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ നമുക്ക് ഓർക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഉള്ളിലൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ? ചിലപ്പോൾ അവർ നമ്മളെ പറ്റിച്ചു പോയതായിരിക്കാം, ചതിച്ചു പോയതായിരിക്കാം, പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പം ആ ഒരു ബന്ധം ഇല്ലാതായതായിരിക്കാം, കുറച്ച് മിണ്ടാതെ നടക്കുന്നതായിരിക്കാം. അപ്പൊ ആ ഓർക്കുന്ന സമയത്ത് വരെ, അല്ലെങ്കിൽ ആളുടെ പേര് കേൾക്കുമ്പോഴോ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ മുൻപ് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് വരുന്ന സമയത്തോ ഓർമ്മയിലേക്ക് വരുന്ന സമയത്തോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറൊരാളെ പരിചയപ്പെടുന്ന സമയത്ത്, പുതിയൊരു ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഒരാളെ പരിചയപ്പെടാൻ സമയത്ത് വരെ നമുക്ക് ആ ബ്ലോക്ക് ഉണ്ടാവും. ഉണ്ടാവാറുണ്ടോ? അങ്ങനെ എങ്ങനെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടാവും? ചെയ്തിട്ടുണ്ടാവും? യെസ്. ഇപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിൽ വരാറുണ്ട്. നമുക്ക് ഒരുപാട് ക്ലയൻസ് വരാറുണ്ട്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഡിവോഴ്സ് ഒക്കെ ആയി വീണ്ടും സെയിം ഒരാളുടെ ലൈഫിലേക്ക് വന്ന് അതുപോലെ തന്നെ ആളെ തന്നെ വീണ്ടും കിട്ടി എന്ന് പറയും. ഒരുപാട് കേസ് നമുക്ക് അതേപോലെ വരാറുണ്ട്. എന്താ വെച്ചാൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു ബന്ധം വഷളായി, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്ന് ഉണ്ടായിട്ട് വീണ്ടും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, അടുത്തൊരു ബന്ധത്തിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അതുപോലെ ആയിരിക്കും എൻ്റെ ലൈഫ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കോ? ആ ഒരു പേടി ഉണ്ടാവും, ഇനി അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള രീതിയിലായിരിക്കും അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ മാരേജിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പൊ ഈ പേടിയും അല്ലെങ്കിൽ ഈ ട്രോമ ഇതിൽ നിന്നുണ്ടായ ഒരുപാട് ആ ഫീലിങ്സും കൊണ്ട് വീണ്ടും പോകുന്ന സമയത്ത് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ വീണ്ടും സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കി ഹീല് ചെയ്യാതെ, ആ ഒരു പെയിന് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവാതെ, നമ്മൾ അടുത്ത ബന്ധം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യണം, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, എന്നിട്ട് അതിന് നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കൊടുത്ത് നമുക്ക് എന്താണ് വേണ്ടത് ആ രീതിയിൽ ആ ഒരു പെയിന് നമ്മുടെ ഉള്ളിൽ നിന്ന് കളഞ്ഞിട്ട് വേണം പോവാൻ. എപ്പോഴും പറയും, നമ്മുടെ കോഴ്സിലും എല്ലാത്തിലും പറയുന്നതാണ്, എപ്പോഴും നമ്മളെ ഹീൽ ചെയ്യണം. ആ ട്രോമ ഹീൽ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സെയിം അല്ലേ? അപ്പൊ നമ്മൾ വീണ്ടും എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു വിധി വന്നത്, എന്റെ ലൈഫിൽ മാത്രമുള്ളൂ, അപ്പൊ നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തി പിന്നെ ആ ഒരു ജീവിതം മോശമായ രീതിയിലേക്കൊക്കെ പോവാറുണ്ടോ? ഇത് സ്ഥിരം വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എപ്പോഴും അത് ഹീൽ ചെയ്യാം. അപ്പൊ നമുക്കൊക്കെ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ പ്രാക്ടീസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഒരുപാട് പ്രാക്ടീസ് നമ്മൾ ചെയ്യാറുണ്ട് ഹീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഹീൽ ചെയ്തിട്ട് വേണം പല കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. അപ്പൊ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ നമ്മളെ ഓർമ്മയിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ മെമ്മറി നമുക്ക് വരുമ്പോഴൊക്കെ നമുക്കൊരു ഇമോഷണൽ ബ്ലോക്ക്, ഇന്നർ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഈ മാജിക് റിലേഷൻഷിപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത്
ഈ ഇമോഷനിലെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഇന്നർ പീസ് ഉണ്ടാവും, മുൻപ് ഉണ്ടായിരുന്ന കാര്യങ്ങളുണ്ടാവും, നമുക്ക് സമാധാനമൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് ആ ബന്ധങ്ങളിലേക്ക് വരുന്ന സമയത്താണ് ഉള്ള സമാധാനമൊക്കെ പോകുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ വീണ്ടെടുക്കാൻ, ആ ഒരു റിലേഷൻഷിപ്പിനോടുള്ള, നമുക്ക് അതിനോടുള്ള ഒരു അതൃപ്തിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബന്ധം മാറണം എന്നില്ല നമ്മളിത് ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകളുണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ബന്ധം മാറണമെന്നില്ല അല്ലേ. ചിലപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല, പല കാരണങ്ങൾ കൊണ്ട് നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ച് പോയിരിക്കും. പക്ഷെ അത് മാറണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭാരം കുറഞ്ഞു കിട്ടും അല്ലെ. നിങ്ങൾക്കത് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഇവിടെ ഇങ്ങനെ സെഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ഇവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവരുടെ ട്രോമ അവർക്ക് ചെറുപ്പത്തിൽ കിട്ടിയതാണ്, അവരുടെ ഒരു പ്രോഗ്രാമിങ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്ര സെഷനിലൂടെ വന്നിരിക്കുന്ന സമയത്ത് മനസ്സിലാവും. ആരും നമ്മൾ ഉപദ്രവിക്കുന്നതല്ല. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യും അല്ലെ, ഈ ഒരു പ്രാക്ടീസ് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഇതിന് മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിന് ഒരു സർവൈവൽ മെക്കാനിസം കാരണം അല്ലെ, നമ്മളെ തലച്ചോറിനെ ഈ അപകടങ്ങളും തെറ്റുകളും പിഴവുകളൊക്കെ ശ്രദ്ധിക്കാനുള്ള ട്രെയിൻ ചെയ്തതാണ് അല്ലെ. ഇന്നലത്തെ സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര 10 നല്ല കാര്യങ്ങൾ ചെയ്താലും, അവർക്ക് വേണ്ടിയിട്ട് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു തെറ്റ് വരുന്ന സമയത്ത് അല്ലെ അത് എടുത്ത് പറയാറില്ലേ, പിന്നെ നമ്മുടെ ഫോക്കസ് അതിലായിരിക്കും. അതിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതെടുത്തിട്ട് മോഹിച്ച് ആ ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ മറന്ന് നമുക്ക് അത് ബുദ്ധിമുട്ടാക്കാറുണ്ട് അല്ലെ. അപ്പോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനു ചെയ്യുന്നു, ഈ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ എന്താണ്, നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ അറ്റൻഷൻ സിസ്റ്റം ഷിഫ്റ്റ് ചെയ്യും. ഇന്നലെ പറഞ്ഞില്ലേ റാസ് അല്ലേ, നമ്മുടെ മൈൻഡിൽ ഒരു ഫിൽറ്ററിങ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന അല്ലേ, ആ ഒരു സിസ്റ്റം ഓൺ ആവും. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്, പോരായ്മകൾ, അയാളുടെ കുറ്റങ്ങളിലും കുറവുകളിലാണെങ്കിൽ എന്താ സംഭവിക്കുക, അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിച്ചു തരും. നിങ്ങളുടെ കഴിവ് അതിൽ വളരും അല്ലേ. ഒരാളെ കുറ്റങ്ങൾ പറയാനും അത് കണ്ടുപിടിക്കാനുള്ള ഒരു പവർ നിങ്ങൾക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളൊരു വ്യക്തി എപ്പോഴും സെൽഫിഷ് ആണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ അത് ഫിക്സ് ചെയ്ത് വീണ്ടും നിങ്ങളുടെ ബ്രെയിൻ എന്ത് സംഭവിക്കാം, ആ വ്യക്തിയെ അതിനായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കും. അതിനുള്ള പ്രൂഫ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇല്ല, മുൻപ് സംസാരിച്ച കാര്യങ്ങളും അവർ നിങ്ങളോട് ബിഹേവ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവൻ അങ്ങനെ അന്ന് പറഞ്ഞത് അതുകൊണ്ടാണോ അല്ലേ, അവൻ പറഞ്ഞത് ഈ രീതിയിൽ ആ അർത്ഥം കൊണ്ടാണോ, അതിന് അതാണോ അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന് ആളൊരു ഒരു പ്രശ്നക്കാരനോ അല്ലെങ്കിൽ കുറ്റക്കാരനാക്കിയിട്ട് നമ്മുടെ മൈൻഡിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ചിലപ്പോൾ ആളറിയാതെ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ഇതൊരു മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലെ. ആളും അനുഭവിച്ച കാര്യങ്ങൾ കൊണ്ട് മുൻപ് ആളുടെ ഒരു പ്രോഗ്രാം കൊണ്ടും സംഭവിച്ച കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മളത് അതങ്ങനെ ആ വ്യക്തി അങ്ങനെ തന്നെയാണെന്നുള്ള ഇതായിരിക്കും നമ്മൾ, പിന്നെ ആൾ എന്ത് ചെയ്താലും പറഞ്ഞാലും നമുക്ക് ആ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ ഉണ്ടാവാറുണ്ടോ നിങ്ങളുടെ ലൈഫിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആർക്കും ഉണ്ടായിട്ടില്ലല്ലേ. അപ്പൊ അടിപൊളി, എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ തന്നെ ആട്ടെ. ആദ്യകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും തോന്നുന്നില്ല. ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാക്ടീസും പിന്നെ ഉണ്ടാവും, ഡെഡിക്കേഷൻ. പറഞ്ഞ അത് നമ്മുടെ മനസ്സ് കേൾക്കൂല. അതെ അതെ.
പെട്ടെന്ന് നമുക്ക് ആ ചിന്ത ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അല്ലേ? അത് ഉം. അവരുടെ നമ്മൾക്ക് തന്നെയാണ് പ്രശ്നമല്ല. ദോഷം എന്നുള്ളത് ഉം. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അത് നമ്മൾക്ക് അതെ അതെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മളത് റിലീസ് ആൻഡ് റിലാക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ്സ് അതെ ഓക്കെ. അതെ അതെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ പറയാ, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ചിന്തകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയാ. എന്നിട്ട് നമ്മുടെ ഓപ്പൺ ഓപ്പൺ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് താങ്ക് യു. യു, ഐ ലവ് യു. അത് പറയാ, പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അവിടെ കട്ടായി പോകും ആ കാര്യത്തിനോട്. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അല്ലേ? അത് നോക്കാം. നിങ്ങളൊരു ബുക്ക് എടുക്കുക, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഏതാണോ, നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ആരോടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധങ്ങളായിരിക്കും അത്രയും നല്ലത്. ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, പേരൻസ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ്, അങ്ങനെ ആരോ ആയിക്കോട്ടെ. ആ ഒരു സ്ട്രോങ് ഇമോഷനുള്ള ഒരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കാം. ഒന്നോ രണ്ടോ മൂന്നോ, ബുക്കിൽ പറയുന്നത് മൂന്നാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ആളെ പേര് എഴുതി വെക്കാം. നോട്ട് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു സമയം ഒഴിവ് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. സാർ, ഒരു ഡൗട്ട്. ഓക്കെ, ചോദിച്ചോളൂ. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ ആൾക്കാർ വരണം ഇതുണ്ട്. അല്ല, നിങ്ങൾക്ക് സ്ട്രോങ് കണക്ഷൻ ഉള്ള ആളുകളെ എഴുതാം. അപ്പൊ നിങ്ങൾ ബ്രേക്ക് ആളുകൾ പോട്ടെ, ആൾ എന്താണെന്ന് ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് കണക്ഷൻ ഉള്ള ആളുകളെ എടുത്താൽ മതി. അപ്പൊ അവരായിട്ട് ചിലപ്പോൾ നമ്മളോട് പ്രശ്നം ഇപ്പൊ നിലവിൽ ഉണ്ടായിരിക്കും. മറ്റേത് കഴിഞ്ഞു പോയില്ലേ. അവർക്ക് ഹീൽ ചെയ്ത് കൊടുത്ത് അവരെ മനസ്സിലാക്കിയിട്ട് അവരെ ഫ്രീ ആക്കി വിടും. അത് അവരുടെ പ്രശ്നം കൊണ്ടല്ല, അതിന് ഞാനും കൂടെ ഉത്തരവാദിയാണെന്നുള്ള ആ രീതിയിൽ ഇതെടുത്തിട്ട് അത് ഹീൽ ചെയ്ത് വിടാം, അവരെ ഒഴിവാക്കി വിടാം. നമുക്ക് കണക്ഷൻ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളെ എടുത്താൽ മതി. ഓക്കെ. ഉം. അത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് മുന്നിൽ വെക്കാം, അല്ലെങ്കിൽ ഫോണിലായാലോ. ഇനി ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആളുടെ ആ ഒരു പേപ്പറിൽ ആളുടെ പേര് എഴുതി വെച്ചാലും മതി. നമുക്കുള്ളത് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം, അത് നിർബന്ധമില്ല. അപ്പൊ ഒരാളെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോട്ടോ എടുക്കുക, അല്ലെ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആ ഒരു വ്യക്തികൾ ആരാന്നുള്ളത് കുറഞ്ഞതൊരു 3 പേര് 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 എഴുതി വെക്കുക. രണ്ടാമത് ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഫോട്ടോ എടുത്ത് മുന്നിൽ വെക്കുക, അല്ലെങ്കിൽ ഫോണിലുണ്ടെങ്കിൽ ഫോണിൽ വെക്കുക. ഇനി അതും ഇല്ലെങ്കിൽ അവരുടെ പേര് എഴുതി വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ്, അവര് ചെയ്തെന്ന നല്ല ഗുണങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പൊ എത്ര മോശമുള്ള ആളുകളാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആളാണെങ്കിൽ പോലും അവരിലും ഒരു നന്മ ഉണ്ടാവില്ലേ. നമുക്ക് എന്തെങ്കിലും ഉണ്ട്. പോസിറ്റീവായിട്ട് കാണാനുള്ളൊരു ഉണ്ടാവും. അപ്പൊ ആളുടെ പേര് വെച്ചിട്ട് ആ പേര് വിളിച്ചിട്ട് എഴുതാം. നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ചെയ്തു തന്ന ആ നല്ല കാര്യത്തിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം എനിക്ക് വേണ്ടിയിട്ട് അന്ന് ചെയ്തു, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഇന്ന കാര്യങ്ങൾ മേടിച്ചു തന്നു, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ആള് ചെയ്തു തന്ന കാര്യം അത് ഓരോരുത്തരും ഇപ്പൊ എത്ര പേരാണ് എടുക്കുന്നത്, ആ ഓരോരുത്തരുടെയും പേരിന്റെ താഴെ പേര് വിളിച്ചിട്ട് നിങ്ങൾ ആള് ചെയ്തു തന്ന ഹെൽപ്പിനെല്ലാം അവിടെ നന്ദി കൊടുക്കുക, എഴുതി വെക്കുക. കുറഞ്ഞതൊരു 10 ആയിരിക്കണം. സ്പെസിഫിക് ആയിട്ട് എഴുതണം കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് വരാനും പാടില്ല, വ്യക്തമായിരിക്കണം. എന്നിട്ട് ആ ഒരു എഴുതിയ കാര്യം വീണ്ടും വരാതെ ഒരു 10 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. നാലാമത്തെ സ്റ്റെപ്പ്, ആ ഫോട്ടോയിൽ മാജിക് ടച്ച് എന്ന് പറയും. ആ ഫോട്ടോയിൽ ടച്ച് ചെയ്തിട്ട് പറയാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ
ഈ ഒരു റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയിട്ട് ലഭിച്ചതിൽ അങ്ങനെ എഴുതാം. ഫോട്ടോയിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാളെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വിഷ്വൽ ചെയ്യാം. ആ ഇമോഷനും ആഡ് ചെയ്തിട്ട് ആ ഫീൽ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ പറയാം. ഇതാണ് മാജിക് റിലേഷൻഷിപ്പിൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ടാസ്ക്. ഓക്കെ, ക്ലിയർ ആയോ? നാലാമത്തെ ഒന്നുകൂടെ നാലാമത്തെയാണ് ഫോട്ടോയിൽ ടച്ച് ചെയ്യാം. അല്ലെ, ഫോട്ടോ നമ്മൾ മുന്നിൽ വെച്ചു, ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ മുന്നിൽ വെച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു 3 പ്രാവശ്യം പറഞ്ഞിട്ട് എന്തിനാണ് ആ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആക്കി തന്നത്. എന്നിട്ട് 5ാമത്തെ സ്റ്റെപ്പ് നമ്മളെ ഹൃദയത്തിൽ അല്ലെ അവിടെ ഇങ്ങനെ ഫീൽ ചെയ്യാം. ആ ഒരു ഇമോഷനും കൂടി ആ കണക്ഷനും കൂടി അവിടെ കൊടുക്കുക. അത് എന്തിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഫസ്റ്റ് പറഞ്ഞത് അല്ലെ, ആ റിലേഷൻഷിപ്പ് ആളെ നന്നാക്കാനോ നമ്മൾ റെഡി ആവാനോ വേണ്ടിയിട്ടല്ല, ആ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഡേ 3 ഇത്രയേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഇപ്പൊ ഈ 3 ദിവസം, ഈ 2 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 2 നേരം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, പിന്നെ അതുപോലെ ഇന്നലെ മാജിക് പ്രാക്ടീസും ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ 2-3 ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എൻ്റെ അനുഗ്രഹങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞത് കൊണ്ട് എൻ്റെ നെഗറ്റീവ്സ് എല്ലാം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ ഫീൽ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും പുതിയതായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. നാളെ കാണാം. പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഓക്കെയാണ് അല്ലേ? അപ്പൊ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സർ.